ഈ ശബ്ദപരിധിയിൽ എന്നെ അടുത്ത മൂലമായി ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹബന്ധത്തെ അറിയിക്കുന്നു. ഉച്ചവരെ മഴയായിരുന്ന അവസ്ഥയായിരുന്നു. എന്നാൽ മഴയുടെ ശേഷം അല്പനിമിഷം കിട്ടിയപ്പോൾ ഈ സുവിശേഷ സന്ദേശവുമായി നിങ്ങളുടെ മധ്യ ദൈവം അയച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് വലിയ പദ്ധതിയുണ്ട്. ഒരു പക്ഷെങ്കിൽ ഈ സമയം കേൾക്കുന്ന സന്ദേശം നമ്മുടെ ജീവിതത്തെ നിത്യമായ ജീവനിലേക്ക് എത്തിക്കാൻ കഴിയുന്ന ഒരു സമയമായിരിക്കാം. അതുകൊണ്ടായിരിക്കും എന്നുള്ള വിശ്വാസത്താലും ദൈവത്തിന്റെ കൽപ്പനയാണ് സകല സൃഷ്ടിയോട് സുവിശേഷം അറിയിക്കണമെന്നുള്ളത്. മനുഷ്യന്റെ ജീവിതത്തിൽ തിരക്കുള്ള ജീവിതത്തിന്റെ ഓട്ടത്തിനിടയിൽ മനുഷ്യൻ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ആരോട് ചോദിച്ചാലും ആരെ വിളിച്ചാലും സമയമില്ല. കാരണം തിരക്കോട് തിരക്കാണ്. ഏതെങ്കിലും ആവശ്യത്തിന് വേണ്ടി കുടുംബത്തിനകത്ത് മക്കളോടോ കുടുംബത്തിലായിരിക്കുന്ന ഓരോ വ്യക്തികളെയും നമുക്ക് തമ്മിൽ കാണണമെന്നുണ്ടെങ്കിൽ തന്നെ വലിയ പാടാണ്. അത്രയും കാലഘട്ടം മുന്നോട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ മുന്നിലുണ്ടായിരിക്കുന്നത്. ഇന്ന് ഫോണിനകത്ത് മനുഷ്യൻ അടിമപ്പെട്ടു പോയിരിക്കുമ്പോൾ ഫോണിൽ നിന്ന് തല ഉയർത്തിയാൽ മാത്രമേ വല്ല കഴിക്കുന്ന സമയത്ത് മാത്രമായിരിക്കും അധികമായി ഫോണിൽ നിന്ന് നേട്ടമൊന്ന് മാറ്റുക, അല്പം നിമിഷത്തേക്ക്. അതിനപ്പുറമായി പിന്നെയും ഒരു മനുഷ്യന്റെ ജീവിതം മുഴുവൻ ഫോണിന്റെ അകത്താണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അത്രത്തോളം കാലഘട്ടം വികസിച്ചിരിക്കുന്നു. എന്തെങ്കിലും ആവശ്യമുള്ള കാര്യങ്ങൾ വീടിനകത്ത് നിന്ന് കുത്തിയാൽ വീടിനകത്ത് വരുന്ന തരത്തിലേക്ക് കാലം മാറി. ലോകത്തിന്റെ ഏത് കോണിൽ നിന്നാണെങ്കിലും എന്ത് വേണമെന്നുണ്ടെങ്കിലും ഇവിടെ എത്തിക്കുവാൻ തക്കവണ്ണമുള്ള സാഹചര്യത്തിലേക്ക് നമ്മുടെ ജീവിതം വന്നു കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ മനുഷ്യന്റെ ഈ കണ്ടുപിടുത്തത്തിനകത്ത് എല്ലാം മനുഷ്യന് കണ്ടുപിടിക്കാൻ കഴിയാത്ത ഒന്നാണ് മനുഷ്യന്റെ ജീവനെ നിലനിർത്തുവാൻ അല്ലെങ്കിൽ ഒരു ജീവനത്തിലേക്ക് പിന്നെയും എത്തിക്കാൻ കഴിയുന്നത് മനുഷ്യനെ കൊണ്ട് സാധിക്കുന്ന ഒന്നല്ല. പല ആളുകളും മനുഷ്യന് ആയുസ് കൊടുക്കുവാൻ വേണ്ടി, ജീവനെ നീട്ടിക്കിട്ടുവാൻ വേണ്ടി പല പ്രവർത്തികളും ചെയ്തു കൂട്ടുന്നുണ്ട്. ഒരു കാലഘട്ടത്തിൽ നമുക്ക് കേട്ട ഒരു വാർത്തയായിരുന്നു, മൈക്കിൾ ജാക്സൺ എന്ന ലോകത്തിൽ അറിയപ്പെടുന്ന പോപ്പ് ഡാൻസർ തന്റെ ജീവനെ 150 വർഷക്കാലം ഈ ഭൂമി ജീവിക്കാൻ കഴിയുമെന്ന് കണ്ടുകൊണ്ട് തന്റെ കൂടെ 25-ലധികമായ ആളുകളെ കൂടെ നടത്തുകയും 12-ലധികമായ ഡോക്ടർമാരെ കൂടെ നടത്തിക്കൊണ്ട് തന്റെ ശരീരത്തോ എന്തെങ്കിലും ഒരു കേടുപാടുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ സർജറി നടത്തുവാൻ വേണ്ട ആളുകളെ ഡോക്ടേഴ്സിനെ കൂടെ നിർത്തിക്കൊണ്ട് വന്ന ഒരു ജീവിതം നമുക്ക് കണ്ടു വന്നതായിരുന്നു. എന്നാൽ തന്റെ ജീവനെ കേവലമായ 50-ാമത്തെ വയസ്സിൽ ഈ ഭൂമിയിൽ നിന്നും മാറ്റപ്പെടുത്തി നഷ്ടപ്പെട്ടു പോകേണ്ടതായി നമുക്കെല്ലാം കാണുവാൻ കഴിഞ്ഞു. തന്റെ 25 വർഷത്തെ ജീവിതം മുഴുവൻ ലൈവിലായിട്ട് ലോകം മുഴുവൻ കണ്ടൊരു ജീവിതമായിരുന്നു മൈക്കിൾ ജാക്സന്റെ ജീവിതം. എന്നാൽ വിശുദ്ധ വേദപുസ്തകത്തിൽ എബ്രായരുടെ ലേഖനം അതിന്റെ 9-ാം അധ്യായത്തിൽ 27-ാം വാക്യത്തിൽ ഒരിക്കൽ മരണവും പിന്നീട് ന്യായവിധിയും ദൈവം മനുഷ്യൻ നിയമിച്ചു വെച്ചിരിക്കുന്ന ഒന്നാണ്. ഞാൻ ഒരിക്കൽ കൂടെ ഒന്ന് പറയട്ടെ, മരണം എന്നത് ദൈവം മനുഷ്യന് നിയമിച്ചു വെച്ചിരിക്കുന്ന ഒന്നാണ്. ആ ദൈവം കൊടുത്തിരിക്കുന്ന ആ മരണവും ജീവിതത്തെയും മാറ്റുവാൻ ഈ ലോകത്തിൽ ഒരു സംഗതിയും ഇതുവരെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഒന്നിനും മനുഷ്യന്റെ ജീവനെ നിലനിർത്തുവാൻ കഴിയുന്നതല്ല. ദൈവം ഒരു ആയുസ് മനുഷ്യന് വെച്ചിട്ടുണ്ട്. എത്രയാണ്? ഏറിയാൽ 70 അല്ലെങ്കിൽ 60 വർഷക്കാലം നമുക്ക് തന്നിരിക്കുന്ന ആയുസ്. ആ കാലഘട്ടം പെട്ടെന്ന് മറഞ്ഞു പോകുന്ന ഈ ജീവിതത്തിൽ മനുഷ്യനെന്ന് മനുഷ്യനെ കാണാതെ വന്ന് ജീവിക്കുന്നു. മനുഷ്യനകത്ത് പകയും വിദ്വേഷവുമായി പകയും പണക്കവുമായി ജീവിക്കുന്ന കേവലമായ ജീവിതത്തിൽ വിശുദ്ധ വേദപുസ്തകം പറയാൻ ഒരിക്കൽ മരണവും പിന്നീട് ന്യായവിധിയും മനുഷ്യനെ കാത്തു നിൽക്കുന്നു എന്നുള്ളത്. അപ്പം അങ്ങനെ ഒരു ന്യായവിധിയും ഒരു നിത്യമായൊരു ജീവിതവും ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞങ്ങളെപ്പോലെ അനേകർ ഈ സുവിശേഷവുമായി ഇതുപോലെ വന്ന് വിളിച്ചു പറയാൻ കാരണമാക്കിയിരിക്കുന്നത്. ചിലർ പറയാറുണ്ട്, ഒരു പണിയും ഇല്ലാഞ്ഞിട്ടായിരിക്കും, അല്ലെങ്കിൽ പണമുണ്ടാക്കുന്ന ഏതെങ്കിലും രാജ്യത്ത് നിന്ന് പണം കിട്ടുന്നുണ്ടായിരിക്കും, അതുകൊണ്ടായിരിക്കും ഇവരെ പോലെ ചില ആളുകൾ വന്ന് എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു പോകുന്നു.
ഞങ്ങൾക്കൊന്നും ആവശ്യമില്ലാത്ത സന്ദേശമാണ്. ഇത് ഞങ്ങളോടൊന്നിനാ പറയുന്നത്. ഇത് നിങ്ങൾ ഏതെങ്കിലും ഹോളുകൾ വാടകയ്ക്ക് എടുത്തുകൊണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ചർച്ചിനകത്ത് നിങ്ങൾ പ്രസംഗിച്ചാൽ പോരെ, എന്തിനാണ് ഞങ്ങൾ ഇത് കേൾക്കേണ്ട ആവശ്യമുണ്ടോ? ഞങ്ങൾ പെന്തക്കോസുകാരല്ലോ എന്നൊക്കെ ചിന്തിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാനും ഒരു കാലഘട്ടത്തിൽ അങ്ങനെയൊക്കെ തന്നെ ചിന്തിച്ച ആളാ. ഞാനിതിനെ ശക്തമായി എതിർത്തുന്ന ആളായിരുന്നു. ഈ സുവിശേഷം എന്ന് കേൾക്കുന്നത് എനിക്ക് കടികളൊക്കെ നന്നായിരുന്നു. ഞങ്ങളൊക്കെ കല്ലെറിഞ്ഞ ആളുകളാണ് സുവിശേഷകന്മാരെ. ഇന്ന് ഞങ്ങൾ വഴിയോരങ്ങൾ തെരുവോരങ്ങൾ വിളിച്ച് യേശുവിനെ എത്തുവാൻ കാരണം ഞങ്ങൾ അറിഞ്ഞ സത്യം, ഞങ്ങളെ വിടിവിച്ച സത്യം നിങ്ങളെ വിടിവിക്കുമെന്നത് കൊണ്ട് മാത്രമാണ്. എന്താണ് സത്യം എന്നറിയാതെ, ആരാണ് സത്യം എന്നറിയാതെ, ആരാണ് ദൈവം എന്നറിയാതെ ഒരു കാലഘട്ടത്തിൽ പലതിന്റെ പിന്നാലെ ഓടിയപ്പോൾ അതിനിടയിലേക്ക് ഇറങ്ങി വന്നിരിക്കൽ യേശു ഇങ്ങനെ പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആകുന്നു എന്ന്. ഞാൻ മുഖാന്തരമല്ലാതെ ആർക്കും പിതാവിന്റെ അടുക്കൽ പോകാൻ കഴിയില്ല എന്ന് യേശു തന്റെ വാമൊഴിയാൽ പറയാനിടവന്ന്. ഇന്ന് നല്ല പ്രവർത്തികൾ ചെയ്തു കഴിഞ്ഞാൽ, നല്ല ദാനങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ, ഏതെങ്കിലും പാവപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് 10 പുസ്തകം വാങ്ങി കൊടുത്തു കഴിഞ്ഞാൽ സ്വർഗത്തിൽ പോകുമെന്ന പഠിപ്പിക്കുന്നത്. ഏതെങ്കിലും അനാഥാലയങ്ങൾ ആഹാരം കൊടുത്തു കഴിഞ്ഞാൽ ഉടലോടെ സ്വർഗത്തിൽ പോകുമെന്നാണ് പഠിപ്പിക്കുന്നത്. എന്നാൽ ഈ ഭൂമി നാം എന്തെല്ലാം ചെയ്താലും മനുഷ്യ സ്വർഗത്തിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ യേശുക്രിസ്തുവിന്റെ രക്തത്തിൽ നാം പങ്കാളിത്തം വഹിക്കണം. യേശുക്രിസ്തുവിന്റെ രക്തത്തിൽ നാം കഴുകപ്പെടണം. യേശുക്രിസ്തുവിന്റെ രക്തത്തിലുള്ള പാപമോചനത്തിന് അവൻ പ്രാപിക്കാതെ ഒരു മനുഷ്യനും നിത്യമായ ഒരു ജീവനിലേക്ക് കടന്നു പോകാൻ കഴിയുന്നതല്ല. ഞങ്ങളുടെയൊക്കെ ജീവിതം ഒരു കാലഘട്ടത്തിൽ ഈ ഭൂമിയിലെ ജീവിതമാണ്. ഇവിടെ കൊണ്ട് തീർന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല. ഇവിടെയാണ് സ്വർഗവും നരകവും. ഇവിടെ പണമുണ്ടെങ്കിൽ സ്വർഗമാണ്, പണമില്ലെങ്കിൽ നരകമാണ് എന്ന് പറഞ്ഞ് പഠിക്കുകയും ഒക്കെ ചെയ്തിരുന്ന ജീവിതമായിരുന്നു. ഞങ്ങളെ വിടിവിക്കാൻ ഒന്നും കഴിഞ്ഞില്ല. പോലീസുകാർക്ക് എസ്ഐസുകാർക്ക് ഒക്കെ ഞങ്ങൾ തലവേനയായി മാറിയ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. എപ്പോഴും കേസും വഴക്കും കോടതിയിൽ നിന്ന് കയറി ഇറങ്ങി നടന്നൊരു ജീവിതമുണ്ടായിരുന്നു. ഞങ്ങളെ വിടിവിക്കാൻ ഒന്നിനും കഴിയാതെ വന്നപ്പോൾ ഞങ്ങളെ തേടിയൊന്ന് സുവിശേഷമാണ്, ഞങ്ങളെ രൂപാന്തരപ്പെടുത്തിയ സുവിശേഷമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ കിട്ടുന്ന സമയങ്ങളെല്ലാം വഴിയോരങ്ങളിലും തെരുവോരങ്ങളിൽ നിന്ന് പ്രസംഗിക്കുന്നത്. മറ്റൊരുത്തിനും രക്ഷയില്ല. ഞാൻ രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഓരോ നാമമേ ഉള്ളൂ. അത് ഞങ്ങൾ ഉയർത്തുന്ന കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമമാണ്. ഈ നാമത്തിന്റെ മുന്നിൽ എല്ലാ മുഴങ്കാലും മടങ്ങും. എല്ലാ നാമം ഒരിക്കലും യേശു മാത്രം കർത്താവ്. ഇന്ന് കളിയാക്കുന്നവരും നിന്ദിക്കുന്നവരും ഇതിനെ അംഗീകരിക്കാത്തവരൊക്കെ ഒരിക്കൽ പാടും യേശു മാത്രം കർത്താവെന്ന്. അപ്പൊ സ്വർഗത്തിൽ പോകാൻ വേണ്ടി കാത്തിരിക്കുന്നവരോട് എനിക്ക് പറയാൻ ഒന്നേ ഉള്ളൂ, യേശു ക്രിസ്തുവിന്റെ രക്തത്തിൽ പങ്കാളിത്തം വഹിക്കണം. അവന്റെ രക്തം സകല പാപവും പറ്റി നമ്മെ ശുദ്ധീകരിക്കുന്ന പുണ്യ രക്തമായിരിക്കുന്നതിനാൽ ആ രക്തത്തിൽ പങ്കാളിത്തം വഹിക്കാത്ത ഒരു മനുഷ്യനെ പാപത്തെ മാറ്റാൻ കഴിയുന്നതല്ല. പാപമോചനവും വീണ്ടെടുപ്പും അത് കർത്താവ് യേശു ക്രിസ്തുവിൽ മാത്രമാണ്. ഇപ്പൊ എങ്ങനെയാണ് നമ്മൾ പാപികളാകുവാൻ കാരണമായത്? നാം പോലും അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഈ പാപം കടന്നു വരുവാൻ കാരണമാക്കിയത് എന്താണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അതിമനുഷ്യനായ ആദാം അനുസരണക്കേട് കാഴ്ച നിമിത്തമാണ് ഈ ഭൂമിയിൽ പാപവും മരണവും വരുവാൻ കാരണമായത്. ആദാം എന്ന മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് തന്റെ സ്വരൂപത്തിനും സാദൃശ്യത്തിനും അല്പം താഴ്ചയായിരുന്നു. എന്നാൽ ദൈവത്തിന്റെ വാക്ക് കേൾക്കാതെ വേണം അനുസരണക്കേട് കാണിച്ച നിമിത്തവും പാപവും മരണവും ഭൂമിയിൽ വരുവാൻ കാരണമായി. ഏതെന്ന തോട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ട മനുഷ്യനെ, ദൈവത്തിന്റെ ശബ്ദത്തിൽ അകന്നുപോയ മനുഷ്യനെ പിന്നെയും ചേർക്കുവാൻ ദൈവം കൽപ്പനകൾ പ്രമാണം യാഗങ്ങൾ നൽകിയെങ്കിൽ മനുഷ്യൻ പിന്നെയും അകന്നു പോകുന്നിടവന്ന്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു, എന്നാൽ മനുഷ്യൻ പിന്നെ ദൈവത്തെ സൃഷ്ടിക്കുന്നിടവന്ന്. അതെ, സ്വർഗത്തിൽ നിന്നും അവൻ സൃഷ്ടിക്കപ്പെട്ട ആ ദൈവത്തിന്റെ കരവലത്തിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ പാപം ചെയ്തപ്പോൾ ഭൂമിയിലേക്ക് അകപ്പെടുകയും ആ മനുഷ്യൻ സ്വർഗത്തിലേക്ക് ദൈവത്തെ സൃഷ്ടിക്കുവാനിട വന്ന് ദൈവത്തെ സൃഷ്ടിച്ചുകൊണ്ട് അതിനെ ആരാധിച്ചുകൊണ്ട് പോകുമ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവില്ലാത്ത നിത്യമായ ഒരു ജീവിതം നമ്മളെ കാത്തു നിൽക്കുന്നുണ്ട്. യേശുക്രിസ്തുവില്ലാത്ത നിത്യമായ പാപ ജീവിതം നമ്മളെ കാത്തു നിൽക്കുന്നത്. അതിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയാണ് ഈ സന്ദേശം ഈ ഉച്ച കഴിഞ്ഞ സമയം നിങ്ങളുടെ കാതിലെത്തുവാൻ കാരണമാക്കിയിരിക്കുന്നത്. അപ്പൊ പാപത്തിൽ പോയി മനുഷ്യനെ വീണ്ടെടുക്കുവാൻ വെളിപ്പാട് പുസ്തകം 3-ാം 20-ാം വാക്യത്തിൽ ഞാൻ വാതിൽക്കൽ നിന്നുകൊണ്ട് ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവന്റെ അടുക്കൽ ചെന്ന് അവരുടെ കൂടെ അവൻ എന്റെ കൂടെ താഴെ കടിക്കുമെന്നുള്ളത് ഇതൊരു ദൈവികമായ സന്ദേശമാണ്. ഏതിൽ നിന്ന് പുറത്താക്കപ്പെട്ട മനുഷ്യൻ, ദൈവത്തിൽ അകന്നുപോയ മനുഷ്യൻ തേടി ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന സന്ദേശമാണ്. ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നു കഴിഞ്ഞാൽ ഞാൻ അവന്റെ അടുക്കൽ ചെന്ന് അവരുടെ കൂടെ അവൻ എന്റെ കൂടെ അത്താഴി കടിക്കുമെന്ന് പറഞ്ഞ ദൈവത്തിന്റെ സന്ദേശമാണിത്. ഒരു മാനുഷികമായ ശബ്ദത്തിനപ്പുറമായി ദൈവികമായ സന്ദേശമാണിന്ന്. ആരേറ്റെടുക്കുന്നുണ്ടോ അവരെ വിടിവിക്കുവാൻ ഈ സന്ദേശത്തിന് കഴിയും. ഈ സന്ദേശത്തിന് കഴിയും നിങ്ങളെ വിടിവിക്കും. ഞങ്ങളുടെയൊക്കെ ജീവിതം ഒരു കാലഘട്ടത്തിൽ പാപത്തിന്റെ പടുക്കുയിലായ ജീവിതമായിരുന്നു. മദ്യത്തെ ആശ്രയിച്ചുകൊണ്ട് മദ്യപാനം ഏറ്റവും നല്ല മാർഗമാണ്, സന്തോഷം കണ്ടുന്ന മാർഗമാണ്. കഞ്ചാവ് വലിച്ചു കഴിഞ്ഞാൽ ഏത് തരത്തിലുള്ള ഏത് സ്വഭാവം കാണിച്ചുകൊണ്ട് ജീവിതമായിരുന്നു. ആരെയും വകവെക്കാതെ ആരെയും അംഗീകരിക്കാതെ നടന്നിരുന്ന ഞങ്ങളുടെ ജീവിതത്തിന് സുവിശേഷമാണ് ഞങ്ങൾ രൂപപ്പെടുത്തിയത്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇതുപോലെ നിന്ന് വിളിച്ചറിയിക്കാൻ കാരണമാക്കിയിരിക്കുന്നത്. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ എല്ലാം നേടുമ്പോഴും സകല ലോകവും നേടുമ്പോഴും തന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ എന്താണ് പ്രയോജനമെന്ന് വേദവസ്തം ചോദിക്കുന്നത്. മനുഷ്യ,
നീ ഇതെല്ലാം നേടുമ്പോഴും നിന്റെ ആത്മാവ് നിത്യമായി നരകത്തിലാ ചെന്ന് എത്തുക എന്നുണ്ടെങ്കിൽ എന്താണ് പ്രയോജനം ചോദിക്കുമ്പോൾ ഒരു മനുഷ്യന്റെ സമ്പാദ്യം മുഴുവൻ നഷ്ടപ്പെട്ടു പോകുമ്പോൾ നമുക്കെല്ലാം അറിയാം ഇതെല്ലാം ഉപേക്ഷിച്ചു പോകുന്ന ഒരു ദിവസമുണ്ട്. അവൻ ആറടി മണ്ണിലേക്ക് എല്ലാ മനുഷ്യനും ആറടി മണ്ണ് പോലെ ഇപ്പൊ കാലഘട്ടത്തിൽ വേണ്ട. ഇന്ന് ഓരോ സ്ഥലങ്ങൾ കത്തിച്ച് കളയുകയാണ് മനുഷ്യനെ. ഇന്ന് ഭാര്യ ഭർത്താവിനെ കത്തിച്ച് കളയുന്ന ഒരു പിടിച്ചാരം പോലെ ആയി പോകുന്ന മനുഷ്യനാണെന്ന് ഈ ലോകം മുഴുവൻ വെട്ടിപ്പിടിക്കാൻ ഓടുന്നത്. ഇന്ന് കാണുന്ന വാർത്തകൾ മുഴുവൻ അങ്ങനെയാണ്. എപ്പോൾ മാധ്യമം നോക്കിയാലും എപ്പോൾ പത്രം നോക്കിയാലും കൊലപാതകത്തിന്റെയും ഇങ്ങനെയുള്ള ആ വിദഗ്ധ പ്രവൃത്തിയും മാത്രമേ കാണുവാനുള്ളൂ. മനുഷ്യന്റെ സമ്പാദ്യമെല്ലാം ഇട്ടു പോകുന്ന ഒരു സമയമുണ്ടാകും. അന്ന് നാം അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് തീരുമാനങ്ങളെ മാറ്റുവാൻ കഴിയുന്നില്ല. ഈ ഭൂമി നാം ആയിരിക്കുമ്പോൾ തീരുമാനങ്ങളെ നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയും. ഈ സമയം മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആത്മാവ് എവിടെയാണ് ചെന്നെത്തുക എന്നത് ഉറപ്പാക്കേണ്ടത് ജീവിച്ചിരിക്കുന്ന സമയമാണ്. മരിച്ചു കഴിഞ്ഞിട്ട് എന്തെല്ലാം പ്രാർത്ഥനകളും ഏതെല്ലാം കർമ്മങ്ങൾ ചെയ്താലും ആ മനുഷ്യന്റെ ആത്മാവിനെ നിത്യമായി രക്ഷയ്ക്ക് എത്തിക്കാൻ കഴിയുന്നല്ല. അപ്പോഴും അമ്മയ്ക്ക് ആഹാരം കൊടുക്കാൻ എന്നിട്ട് മരിച്ചു കഴിയുമ്പോൾ ഈ ഭൂമിയിൽ എന്തെല്ലാം ആഹാരം കൊടുക്കുന്നത്, ആരെല്ലാം വിളിച്ചാണ് ആഹാരം കൊടുക്കുന്നത്. ഒരു നേരത്തെ ആഹാരം അവർ കൊടുക്കുകയായിരുന്നെങ്കിൽ മരിക്കത്തില്ലായിരുന്നു, ഒരു ആരോഗ്യത്തിൽ ഇനി ഇരുന്നേനെ. എന്നിട്ട് ചുറ്റുമായി താമസിക്കുന്ന 1000 പേരെ വിളിച്ച് അന്നദാനം കൊടുത്തിട്ട് എന്താണ് പ്രയോജനം ഇരിക്കുന്നത്? ജീവിച്ചിരിക്കുന്ന സമയം അപ്പനെ അമ്മയെ അംഗീകരിക്കുക, ബഹുമാനിക്കുക, എന്നാൽ ദീർഘായുസ്സോടെ ഇരിക്കുമെന്ന വചനം പഠിപ്പിക്കുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അതിനപ്പുറമായി ഒരു നിത്യമായ ഒരു ജീവിതമുണ്ട്. ഈ സന്ദേശങ്ങൾ നിങ്ങൾ തള്ളിക്കളയുകയാണെന്നുണ്ടെങ്കിൽ, ഈ സുവിശേഷ സന്ദേശങ്ങൾ നിങ്ങൾ ഏറ്റെടുക്കാതെ തള്ളിക്കളയുകയാണെന്നുണ്ടെങ്കിൽ നിത്യമായ മരണമാണ് നിങ്ങളെ കാത്തു നിൽക്കുന്നത്. അതാണ് ക്രൂശന്റെ വചനം നശിച്ചു പോകുന്ന പോഷത്വവും വിശ്വസി നമുക്ക് ദൈവശക്തിയുമാകുന്നു എന്ന് പറയുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരനോട് ഞാൻ സ്നേഹത്തോടെ സന്തോഷത്തോടെ ഞാൻ പറയുന്നു, ഞാൻ വേറെ നാട്ടിൽ നിന്ന് വന്ന ഒരാളല്ല, ഞാൻ അടുത്ത് തന്നെയുള്ള ദേശത്തുള്ള ആൾ തന്നെയാണ്. എന്നെ അറിയുന്ന ആളുകൾ ഒരുപാട് ഇവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ നാട്ടിൽ നിന്ന് ഇതുപോലെ വിളിച്ചറിയിക്കുന്നത്, ഞാൻ അറിഞ്ഞ സത്യം നിങ്ങളെ ഈ സ്വതന്ത്രമാക്കുവാൻ തക്കവണ്ണം ഈ സന്ദേശം നിങ്ങളുടെ പേരുകൾ ജീവന്റെ പുസ്തകത്തിൽ എഴുതി കാണുവാൻ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എന്റെ വാക്കുകളെ ഞാൻ ഇവിടെ നിർത്തുവാൻ ആഗ്രഹിക്കുന്നു. ഈ ഒരു പക്ഷേ ഈ സന്ദേശം ഈ പകൽക്കാലം നിങ്ങളുടെ കുടുംബത്തെ തലമുറയെ മാനിക്കുവാൻ അനുഗ്രഹിക്കുന്ന ഒരു സന്ദേശമാകുവാൻ ഇടവരുമെന്നുള്ള വിശ്വാസമാണ് എനിക്കുള്ളത്. ആയതിനാൽ യേശുവിലേക്ക് മടങ്ങി വരിക, യേശു ക്രിസ്തു നിങ്ങളെ സ്നേഹിക്കുന്നതുകൊണ്ട് മാത്രമാണ് ഈ സന്ദേശവുമായി ഇവിടെ വരുവാൻ കാരണമാക്കി. ഈ മഴയുടെ അവസ്ഥയിലും ഈ സന്ദേശം നിങ്ങളുടെ കാതിൽ എത്തിക്കുവാൻ ദൈവം കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ ദൈവത്തിന് നിങ്ങളെ കുറിച്ചൊരു ഉദ്ദേശമുണ്ട്, പദ്ധതിയുണ്ട്. മടങ്ങി വരിക, നഷ്ടപ്പെട്ടു പോകാതെ. ഈ ജീവിതം ഇനി അവസാനിച്ചു പോകുന്നല്ലാത്തതുകൊണ്ട് ഒരു നിത്യമായ ഒരു ജീവിതമാണ് കാത്തു നിൽക്കുന്നത് അറിഞ്ഞുകൊണ്ട് അതിലേക്ക് മടങ്ങി വരുവാൻ തക്കവണ്ണം ഈ സന്ദേശം ഉപകരിക്കട്ടെ എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എന്നെ ഇതുപരമായി അടുത്ത പകരമായി ഒരുപാട് ആളുകൾ ശ്രദ്ധിച്ചായിരുന്നു. എല്ലാവരും ഈ ദൈവത്തിന്റെ വചനം ശുദ്ധീകരിക്കട്ടെ, അവ നിവൃത്തിയിരിക്കാൻ വേണ്ടി ദൈവം സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഗോഡ് ബ്ലസ് യു. താങ്ക് യു ജീസസ്.